വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 8, 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ചതിനു ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനുത്ത പ്രദേശത്തേക്ക് പോയി. വചന വിചിന്തനം. ദൈവത്തിൻ്റെ സമൃദ്ധമായ കരുതലുകളെക്കുറിച്ചും അവനിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ സംഭവമാണ് ഇന്നത്തെ സുവിശേഷം. 3 ദിവസം തന്നെ അനുഗമിച്ച് ജനങ്ങളുടെ പോഷണത്തിൻ്റെ ആവശ്യം യേശു ശ്രദ്ധിച്ചു. ദൈവം നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാനാണെന്നും നമ്മുടെ സാഹചര്യങ്ങളാൽ ആഴത്തിൽ പ്രേരിപ്പിക്കപ്പെടുന്നുവെന്നും ഈ അത്ഭുതം പറയുന്നു. യേശുവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നതായി വചനത്തിൽ നാം കാണുന്നു. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കരുതുകയും നമ്മുടെ ആവശ്യങ്ങളിൽ കരുതലുമുള്ളവനാണ്. ശിഷ്യന്മാർ തങ്ങളുടെ പക്കലുള്ളത് യേശുവിന് സമർപ്പിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. നമ്മുടെ പക്കലുള്ളതെല്ലാം അർപ്പിച്ചുകൊണ്ട് നാം വിശ്വാസത്തോടെ ദൈവത്തോടൊപ്പം നിന്നാൽ ആവശ്യങ്ങൾ നിറവേറും. സമൃദ്ധിയും അനുഗ്രഹങ്ങളും അളവിലധികം ലഭിക്കും. നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിലാണ് യേശുവിൻ്റെ സന്തോഷം. യേശുവിന് നമ്മോടുള്ള കരുതലിൻ്റെയും അനുകമ്പയുടെയും മുൻപിൽ നമ്മുടെ തുച്ഛമായതായാലും അത് മുഴുവനായാലും നൽകിക്കൊണ്ട് വിശ്വാസത്തോടെ അവിടുത്തെ അടുക്കിലേക്ക് ചെല്ലാം.